ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ എന്നിട്ട് ഫേസ് അപ്ലൈയും കൂടി ചെയ്ത് കാണിക്കാവേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറെ പല നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ കൊറിയൻ സീരീസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ടോപ്പ് 10 വന്നിട്ടുള്ള ഒരു സീരീസ് ആണ് ബോൺ അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി കൊറിയൻ സീരീസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ പറയാൻ കാരണം അതിനകത്ത് നമ്മുടെ ജോസൻ ഇറ അല്ലെങ്കിൽ ജോസൻ ഡയന സിറ്റിയെ പറ്റിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തുള്ളവരുടെ ഒരു ബ്യൂട്ടി സീക്രട്സ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലൂട്ടാതൈൻ പാക്ക് എന്നൊക്കെ പറയും. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ട് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ അത്രയ്ക്ക് നല്ല റിസൾട്ട് ആണ്. അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. നമുക്കറിയാം കുറേക്കാരുടെ സ്കിൻ അത് കുറെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ DIY സ്കിൻ സീക്രട്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ ടിപ്സിനെയൊക്കെയാണ്. അപ്പോൾ അവർ അന്നത്തെ കാലത്ത് അവർ മെയിൻലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ കുറച്ച് സ്കിൻ കെയർ റെമഡീസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വാം വെൽക്കം. അറിയത്തില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ മെയിൻലി സ്കിൻ ആൻഡ് ഹെയർ അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ ചാനലിൽ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണും, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുറെ പേരിലൊക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് എങ്ങനെയാണ് ആ ഒരു ജോസൻ ഡൈനാസ്റ്റി അവരുടെ സ്കിൻ കെയർ സീക്രട്സ് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു 2 ടൈപ്പ് ഓഫ് പാക്ക് ആണ്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് കാം ഡൗൺ ആക്കാനായിട്ട്. അതായത് നമുക്കറിയാം ചില പുതിയ പാക്കുകളൊക്കെ നമ്മൾ ചെയ്യാൻ നേരത്ത് എനിക്ക് വരുന്ന പ്രശ്നമാണ് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ചുമക്കും. നമുക്ക് ഓൾറെഡി കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്നും കൂടെ ഭയങ്കരമായിട്ട് ചുമന്ന് വരും. അപ്പൊ അതിനു മുമ്പ് നമ്മൾ വലിയൊരു എന്താ പറയുക ഒരു സ്കിൻ പാക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റനിങ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഹോം മെയ്ഡ് ആണെങ്കിൽ പോലും അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നെ ഒന്ന് കാം ഡൗൺ ചെയ്യിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ബ്ലെമിഷസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ കാം ഡൗൺ ചെയ്യും. ഇത് ആക്ച്വലി കുറേക്കാർ ചെയ്യുന്നതാണ്. അവർ ഡബിൾ മെത്തേഡാണ് ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത്. അതായത് ആദ്യം അവർ സ്കിന്നിനൊന്ന് കാം ഡൗൺ ചെയ്യും, എന്നിട്ടാണ് അത് മെയിൻ പാക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ പറയുക മോർണിംഗ് ആൻഡ് നൈറ്റ് കെയർ റുട്ടീനില്ല സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ചെയ്യില്ല, നമ്മൾ ടോണർ അപ്ലൈ ചെയ്യില്ല, അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ ഇടുള്ളൂ. അതേപോലെ തന്നെ ഒരു മേജർ ആയിട്ടുള്ള ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ സ്കിന്നിൽ ഒന്ന് കാം ഡൗൺ ചെയ്യിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പ്ലസ് അവരെങ്ങനെയാണ് ജോസൻ ഡൈനാസ്റ്റിയിലുള്ളവരെ ആ പാക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നെ കാം ഡൗൺ ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അലോവേറ ജെൽ. ഇതാണ് ഇതിന്റെ പ്രൈമറി അല്ലെങ്കിൽ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സ്കിന്നിനെ കാം ഡൗൺ ചെയ്യാനായിട്ട്. ഈ അലോവേറ ജെൽ ഞാൻ എൻ്റെ ഫേസ് ഫുൾ ഒരു തിൻ ലെയർ കൊണ്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ കുക്കുമ്പർ ഇതുപോലെ കട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തിൻ സ്ലൈസ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ഡൗൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫേസിൽ അലോവേറ ജെൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു കാമിങ് എഫക്റ്റ് ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ കുക്കുമ്പോൾ ഫ്രിഡ്ജിലായിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് അലോവേറ ജെൽ അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് കേട്ടോ. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക. അലോവേറ ജെൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അല്ല നമ്മുടെ കുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒട്ടിയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ മുകളിലും വെക്കാം. പിന്നെ കണ്ണിൻ്റെ മുകളിൽ വെക്കുന്നില്ല, കാരണം നമ്മൾ പാക്ക് എന്തായാലും കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് മസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഏതൊരു ഹെവി ടച്ച് പാക്ക് അപ്ലൈ ചെയ്യുകയാണ് ഫേസിൽ നിങ്ങൾക്ക് റെഡ്നെസ് വരുന്നുണ്ട്, ബ്ലെമിഷസ് പോലെ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള നിങ്ങളുടെ സ്കാർസ് ഒന്നും കൂടെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മേജർ പാക്കിന് മുന്നേ നിങ്ങൾ ഇതേപോലത്തെ അലോവേറ ജെൽ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യണം. അതിന്റെ കുക്കുമ്പർ കട്ട് ചെയ്ത് വെക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ മുഖത്തൊന്ന് സ്റ്റിക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാതെ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എന്റെ കുക്കുമ്പർ എന്റെ ഫേസ് ഫുള്ളിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 50 to 20 മിനിറ്റ്സ് എങ്ങനെ തന്നെ ഫേസ് ലീവ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ ഓൾറെഡി സ്റ്റിക്ക് ഡൗൺ ചെയ്തിരിക്കും, കാരണം അലോവേറ ജെൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ ഫേസിൽ ഒന്ന് വെക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം 15 മിനിറ്റ്സ് ആയിട്ട് അപ്പോൾ ഞാനത് മൊത്തം വൈപ്പ് ചെയ്തിട്ടൊന്ന് റബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 50 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മളിത് ശരിക്കും റബ് ചെയ്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ മെയിൻ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് കഴുകി കളയേണ്ട ഒരു ആവശ്യം, ഇത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ മെയിൻ പാക്ക് ഇടാനായിട്ട് നമ്മളിത് കഴുകി കളയുക ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് റബ് ചെയ്ത് എടുത്ത് വെക്കുക. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിൻ ഒന്ന് കാം ഡൗൺ ആകുന്നതും എനിക്ക് മെയിൻ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്
എനിക്ക് ആക്ച്വലി ബ്ലെമിഷസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ലാത്തതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇതിനിപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടോണർ അല്ലാതെ എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചുമ്മാ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. റെഡ്നെസ് കുറയാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു പാക്ക് നമ്മളെടുത്ത് റബ്ബ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ നമ്മൾ ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു ഗ്ലോയിങ് പോലെ ഇല്ലേ, ഈ ഒരു ഫ്ലൂയിഡ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെള്ളമയം പോലെ ഇരിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ വൈപ്പ് ചെയ്ത് കളയുകയേ വേണ്ടത്, അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. അതിൻ്റെ വണ്ടിയിലേക്കാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ജോസൺ ഡൈനാസ്റ്റിയിലെ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ സീക്രട്ട് അതെന്താണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിലേക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് നമ്മുടെ ആൽമണ്ടിൻ്റെ പൗഡറാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കഴുകിയിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് വറുത്തിട്ടൊന്നുമല്ല, അല്ലാതെ സിമ്പിളായിട്ട് ഞാൻ പൊടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആൽമണ്ടിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൺസ് ആൽമണ്ട് പൗഡർ പൊടിക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറേ നാൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലേക്ക് ഞാനിവിടെ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഹണിയാണ്, അതൊക്കെ ആണെങ്കിൽ നല്ലതാണ്, കടയിൽ നിന്ന് വാങ്ങുന്നതല്ലാത്ത. അപ്പോൾ ഞാനിവിടെ ഹണി എടുത്തിട്ടുണ്ട്. ഈ എങ്കിൽ നമുക്ക് അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ആൽമണ്ട് പറയുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഇ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്ങാണ് ആൽമണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആൽമണ്ടിൻ്റെ പൊടി ഞാനിവിടെ എടുക്കുന്നത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം ആൽമണ്ടിൻ്റെ പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഫേസിലും നെക്കിലും മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ആൽമണ്ടിൻ്റെ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതേ സ്പൂണിലേക്ക് ഞാൻ ഏകദേശം ആ ഒരു 1 ടേബിൾ സ്പൂണോളം തന്നെ ഹണി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു തിക്കി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് വേണ്ടത്. കാരണം ഇത് വൺസ് ഡ്രൈ ആയതിനു ശേഷം ഞാനിത് സ്ക്രബും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ തിക്കി കൺസിസ്റ്റൻസിയിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് തൈരും അതനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഏകദേശം ആദ്യം ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് തൈര് ഞാൻ ചേർത്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി ആഡ് ചെയ്യാമേ. ഓക്കെ, അപ്പോൾ 1 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്പൂണിന് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതി കേട്ടോ. നല്ലൊരു ക്രീമി ആൻഡ് തിക്കി കൺസിസ്റ്റൻസിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫേസിൽ തന്നെ ഇരിക്കണമല്ലോ, അതൊന്ന് ഒഴിച്ചിറങ്ങുന്നതിനേക്കാളും ഭയങ്കര ലിക്വിഡായിട്ട് നിങ്ങളിത് എടുക്കരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ പാക്ക് ട്രൈ ചെയ്യണം. കാരണം അത്രയ്ക്കും നല്ല റിസൾട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്കുണ്ടാകും. ഫസ്റ്റ് ടൈം യൂസ് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഫേസ് അപ്ലൈയും കൂടി ചെയ്ത് കാണിക്കാവേ. അപ്പോൾ നമ്മുടെ ആൽമണ്ടിൻ്റെ പാക്ക് നല്ല തിക്കായിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, നല്ല തിക്കി കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല തിക്കായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ. ഇതിനൊരു ചെറിയ തരിതരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ആൽമണ്ടിൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു തരിതരിപ്പുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ എത്രയെന്ന് പറഞ്ഞാലും അതിനൊരു തരിതരിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വൺസ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്ക്രബും കൂടെ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ പൊടിക്കുകയാണെങ്കിൽ ആൽമണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കുക. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഫേസിലൊന്ന് ഞാൻ അപ്ലൈ ചെയ്യട്ടെ, ഞാൻ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നമ്മുടെ ആ ഒരു കൊറിയൻ സീക്രട്ട് ആയിട്ടുള്ള പാക്ക് ഞാൻ ഫേസ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ തിക്ക് ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഞാനിത് 20 to 25 minutes ആണ് ഞാൻ ലീവ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു പാക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആവാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തത് നമ്മുടെ സ്കിന്നിന് കൊള്ളില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിങ്കിൾസ് വരാനായിട്ട് ഫൈൻ ലൈൻസ് വരാനായിട്ട് നമ്മളെ കുറച്ചും കൂടെ അതിനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഒരുപാട് നേരം നമ്മളൊരു പാക്ക് ഫേസിൽ വെക്കുന്നത്. അതുപോലെ തന്നെ കട്ടിക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. നമുക്കറിയാം തൈര് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഏകദേശം ഒരു 20 minutes വെച്ചതിന് ശേഷം നിങ്ങൾ റെഗുലർലി നോർമൽ സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. കയ്യിലും കാലിലും വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഞാനിതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തൈരും അതുപോലെ ആൽമണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂട് വെള്ളത്തിൽ കഴുകിക്കളയാം. അത് കുറച്ചും കൂടെ നല്ലതായിട്ട് റിസൾട്ടിൽ ബൂസ്റ്റ് ചെയ്യും. നമുക്കറിയാം ഹണി എന്ന് പറയുമ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതുപോലെ ആൽമണ്ടിൽ വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നല്ലൊരു അടിപൊളി പാക്ക് ഉണ്ട്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ 20 to 25 minutes എൻ്റെ ഫേസിൽ ഒന്ന് വെക്കട്ടെ. സെമി ഡ്രൈ ആയതിനു ശേഷം ഞാൻ സ്ക്രബ് ഔട്ടും കൂടെ ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്ത് കളയുള്ളൂ. തലതെരിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ക്രബ് ചെയ്യില്ല. ജസ്റ്റ് എൻ്റെ മൂക്കിൻ്റെയും ചിന്നിൻ്റെ അവിടെ മാത്രമേ ഞാൻ സ്ക്രബ് ചെയ്യുള്ളൂ. ഫുൾ ഫേസ് സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ജസ്റ്റ് സെമി ഡ്രൈ ആവാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊറിയൻ ഗ്ലൂട്ടാത്തയോൺ പാക്ക് ഏകദേശം ഒരു സെമി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഇവിടവും അതുപോലെ ചിന്നിൻ്റെ ഏരിയയും മാത്രം ഒന്ന് സ്ലൈറ്റ് ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ഓക്കെ, അങ്ങനെ ഭയങ്കര കരുതലിപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു മസാജ് കൊടുക്കാം. ഇവിടെ മാത്രം നമുക്കൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ട് ബാക്കി എല്ലായിടത്തും ഒരു ഈവൻ മസാജിങ്ങും കൂടെ കൊടുത്തിട്ട് നമുക്ക് പാക്ക് ഞാൻ നിങ്ങളെ ലൈവായിട്ട് റിമൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യട്ടെ. ഒരുപാട് തരിയില്ലാത്ത പാക്കാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഒന്ന് സെമി ഡ്രൈ ആകുമ്പോൾ ഒന്ന് മസാജ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ ഞാൻ ഒരു 1 to 2 മിനിറ്റ്സ് ആണ് ജസ്റ്റ് സെമി മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം മസാജ് ചെയ്തുകൊണ്ട് മൂക്കിൻ്റെയും ചിന്നിൻ്റെയും ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് റിമൂവ് കൂടെ ചെയ്തിട്ട് ഞങ്ങൾ ലൈവ് റിസൾട്ട് കാണിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആണ്, നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം. ഭയങ്കര നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഉണ്ടോ എനിക്ക് ഒന്നും പറയാൻ കാരണം അത്ര അടിപൊളി റിസൾട്ടാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് അത് വർക്ക് ആവുന്ന എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പാക്ക് നിങ്ങളോട് ഷെയർ ചെയ്തത്. 1 വൈറ്റിൽ തന്നെയുള്ളൊരു ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബിഫോർ ഫേഷ്യൽ സ്കിൻ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും അറിയാൻ വേണ്ടി പറ്റും എത്ര വ്യത്യാസം ഉണ്ടെന്ന്. അത്രയ്ക്കും അടിപൊളി റിസൾട്ടാണ്. ഞാൻ ഇതിൻ്റെ ഫേസ് ഫുള്ളൊന്ന് വാഷ് ഔട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാവേ. സോ ഈ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഫേസ് മൊത്തം ഞാൻ വെള്ളം വെച്ച് വാഷ് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ റിസൾട്ടിനെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഞാൻ വൈപ്പും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ ആൽമണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമുക്കറിയാം ആൽമണ്ടിൽ നല്ല എണ്ണമയമുള്ള സാധനം ആയതുകൊണ്ട് അത് തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കും. സോ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ പാക്ക് ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് എനിക്ക് പാക്ക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. നിങ്ങളിത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.